കാണാം. വലൈസ തഹത അദീമിസ്സമ, ആകാശത്തിന്റെ ചുവട്ടിൽ ഉള്ള ഒരു ഗ്രന്ഥത്തെ പരിശോധിച്ച് നോക്കിയാൽ ഇല്ല കിതാബുൻ, ഈ പരിശുദ്ധ ഖുർആൻ അല്ലാത്ത ഒരു ഗ്രന്ഥം ഇങ്ങനത്തെ ഒരു കാണാൻ സാധിക്കുകയില്ല. എന്താ പരിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത? മുതളമ്മിനുൻ ലിൽ ബറാഹീൻ, അത് ബുർഹാൻ, ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. വേദക്കാരായ ആളുകളോടൊക്കെ പരിശുദ്ധ ഖുർആൻ സംസാരിക്കുമ്പോൾ പറയുന്ന ഭാഷയാണ് കൃത്യമായ രൂപത്തിലുള്ള പ്രമാണങ്ങൾ കൊണ്ടുപോവാ എന്ന്. അതാണ് പരിശുദ്ധ ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുതളമ്മിനുൻ ലിൽ ബറാഹീൻ, തെളിവുകൾ ഉൾക്കൊള്ളുന്നതാണ്. വൽ ആയാതി അലൽ മതാലിബ്, ഏതൊരു യുഗത്തിലുള്ള മനുഷ്യന്മാരും പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അതിലുള്ള കൃത്യമായ ദൃഷ്ടാന്തങ്ങളും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെ? വൽ ആയാതി അലൽ മതാലിബിൽ ആലിയ മിനത് തൗഹീദ്, അല്ലാഹുവിൻ്റെ തൗഹീദ്, തൗഹീദ് ഉലൂഹിയത്ത് വ റുബൂബിയത്ത് അസ്മാഉ സിഫാത്ത്, അതാണ് ഏറ്റവും പ്രധാനമായ. പരിശുദ്ധ ഖുർആൻ അവതീർണമായത് തന്നെ തൗഹീദ് പഠിപ്പിക്കലാണ് അതിൻ്റെ മർമ്മപ്രധാനമായ വിഷയം. ഖുർആൻ എടുത്തു നോക്കിയാൽ അതിൻ്റെ സിംഹഭാഗവും തൗഹീദാണ് അതിൻ്റെ അജണ്ട. വ ഇസ്ബാത്തു സിഫാത്ത് വ ഇസ്ബാത്തുൽ മആദ് വൻ നുബുവ്വാത്ത്, അല്ലാഹുവിൻ്റെ വിശേഷണങ്ങളെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും അതുപോലെ തന്നെ സുവിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ വറദൻ നഹലുൽ ബാത്തിൽ വൽ ഇറാദുൽ ഫാസിദ, അതുപോലെ തന്നെ നിരർത്ഥകമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ മോശമായ സംഗതികളുടെയൊക്കെ അതിൻ്റെയൊക്കെ അവസ്ഥകളെക്കുറിച്ചും ഖുർആൻ സംസാരിക്കുന്നു. ഈ അതിൻ്റെ ഖുർആനെക്കുറിച്ച് ഇബ്നു ഖയ്യിം വീണ്ടും പറയാൻ, മിസ്ൽ ഖുർആൻ ഫഇന്നഹു കഫീലും ബിദാലിക കുല്ലി, എല്ലാ കാര്യത്തിനും നമുക്ക് സംരക്ഷണം നൽകുന്നത് പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മുതളമ്മിനുൻ ലഹു അലാ അതമ്മൽ വുജൂഹി വഅഹ്സനിഹാ വഅഖറബു ഇലൽ ഉഖൂൽ വഅഫ്സഹുഹാ ബയാനൻ. നല്ല സാഹിത്യകാരന്മാരായ ആളുകളിലേക്ക് കടന്നു ചെന്നാൽ വളരെ ഫുസ്ഹായ രീതിയിൽ അത് സംസാരിക്കും. സരളമായ ശൈലിയോടുകൂടിയാണ്. ബുദ്ധിമാന്മാരായ ആളുകളൊക്കെ അതിലേക്ക് അടുപ്പിക്കും. ഫഹുവ ശിഫാഉ അൽ ഹഖീഖത്തി മിൻ അദവാഇ ശിബ്ഹി വശുകൂക്, ഏതൊക്കെ സംശയങ്ങളും ആശയവ്യതിയാനങ്ങളുണ്ടോ അതിനൊക്കെ പരിശുദ്ധ ഖുർആൻ കൃത്യമായ രൂപത്തിലേക്ക് കൊണ്ടുവരും എന്ന് പഠിപ്പിക്കണം. അപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചാണ് ഇബ്നു ഖയ്യിം പറഞ്ഞ വാചകം. ഇനി ഖുർആനിൽ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് ഖുർആനിൻ്റെ ഒന്നാമത്തെ അമാനുഷികത. അതാണ് ഖുർആൻ ഒരു അത്ഭുത ഗ്രന്ഥമാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. നിങ്ങൾ നോക്കി, ക്ലാസിക്കലായ സോക്രട്ടീസിൻ്റെയോ അരിസ്റ്റോട്ടിലിൻ്റെയോ അല്ലെങ്കിൽ ലോകത്ത് വന്നിട്ടുള്ള ഏതൊരു സാഹിത്യകാരനായ മനുഷ്യനെഴുതിയ ഗ്രന്ഥമുണ്ടോ ആ ഗ്രന്ഥത്തിൻ്റെ ഒരു മുഖപുരയിൽ ഇതിലുള്ള ഏടിലുള്ള ഒരക്ഷരത്തിനോ ആശയത്തിനോ അല്ലെങ്കിൽ യുഗയുഗാന്തരങ്ങളായ വളർച്ചക്കോ പറ്റിയതാണ്, ഒരു തെറ്റുമില്ല, ആറ് പരിശോധിച്ചാലും എന്ന് ശക്തമായ രീതിയിൽ സംസാരിക്കാൻ ഒരു തൂലികക്കും സാധ്യമല്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ ആദ്യം ഇങ്ങോട്ട് അലിഫ് ലാം മീം എന്നിങ്ങോട്ട് ഓതിക്കഴിഞ്ഞാൽ ആദ്യമായി സംസാരിക്കുന്നത് എന്താണെന്നറിയാമോ? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. അതിൽ രണ്ട് വിഷയങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലേക്ക് നോക്കുമ്പോൾ സംശയം തോന്നാതിരിക്കണമെങ്കിൽ ഒന്ന്, നേർമാർഗത്തിൻ്റെ വഴിയിലേക്ക് അവൻ കടന്നു വരണം, ഹുദ അവൻ്റെ ഉള്ളിലുണ്ടാവണം, സന്മാർഗത്തിൻ്റെ ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടാവണം. രണ്ടാമത്തത് സച്ചരിതമായ ഭക്തിയുടെ ധർമ്മനിഷ്ഠയുടെ ബോധമുണ്ടാവണം, മുത്തഖീൻ. ഈ രണ്ട് ചിന്തയോടുകൂടി പരിശുദ്ധ ഖുർആനിൻ്റെ സാഗരത്തിലേക്ക് ഒരാൾ ഊളിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നത് മുത്തും പഴവും ലുഉലുഉ വൽ മർജാൻ എന്ന് പറഞ്ഞ മുത്തും പഴവുമായിരിക്കും എന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് പരിശുദ്ധ ഖുർആൻ ഇതൊരു സംശയമില്ലാത്ത ഗ്രന്ഥമാണ് എന്ന് സംസാരിക്കുന്നു. രണ്ടാമത്തത് ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഇതൊരു നൂറ്, ഒരു വെളിച്ചമാണ്. നൂറുൻ അലാ നൂരിൻ, വെളിച്ചത്തിൻ്റെ ഉള്ളിലുള്ള വെളിച്ചം എന്ന രീതിയിലാണ് പരിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തുന്നത്.
മൂന്നാമത്തത് സത്യാസത്യങ്ങളെ വേർതിരിക്കുന്ന ഫുർഖാൻ. അത് ബർക്കത്തുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഫുർഖാനാണ് എന്ന് പറയുന്നത്. തബാറക്കല്ലദീ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഫുർഖാനാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ ദിക്ർ ഉത്ബോധനമാണ് എന്ന് ഖുർആനെക്കുറിച്ച് പറയുന്നു. ഇതൊക്കെ ഓരോ മണിക്കൂറുകൾ പോലും കാസെടുക്കേണ്ട അത്രത്തോളം വിശാലമായ ഒരു വിഷയമാണ്. ഈ പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. ഇനി പരിശുദ്ധ ഖുർആനെക്കുറിച്ച് പറയുന്നു ഖുർആൻ ഒരു ശിഫയാകുന്നു എന്ന്. അത് ഖുർആനിൻ്റെ ഒരു അത്ഭുതമാണ്. ഞാൻ നിങ്ങൾക്ക് ചില സന്ദർഭങ്ങൾ പറഞ്ഞുതരാം. നമ്മളുടെ കൂട്ടത്തിൽ കട്ടിലിലൊക്കെ കടന്ന് ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ വകയില്ല എന്ന് കാണുന്ന രോഗികളായ മനുഷ്യന്മാർക്ക് പരിശുദ്ധ ഖുർആൻ അവർക്ക് നൽകുന്ന ആ സാന്ത്വനമായ അവസ്ഥ എന്താണെന്നറിയാമോ? വഅയ്യൂബ ഇദ് നാദാ അന്നീ മസ്സനിയൽ ദുർറു വഅന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ അസ്ഥിയും ആത്മാവും ഉള്ള ആ പ്രയാസം അനുഭവിച്ചുകൊണ്ടുള്ള രോഗം, അതിൽ നിന്ന് മലിക്കുൽ ജബ്ബാറായ തമ്പുരാനോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. വ അയ്യൂബ് ഇദ് നാദാ അന്നീ മസ്സനിയൽ ദുർറു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, അത്രത്തോളമുള്ള പ്രയാസത്തിലാണ്. അന്ത കാരുണ്യത്തിൻ്റെ അന്ത അർഹമുർ റഹീമീൻ, കാരുണ്യത്തിൻ്റെ കടലാകുന്നു എന്ന് ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് പരിശുദ്ധ ഖുർആനിൻ്റെ ശിഫയായ അമാനുഷികമായൊരു സംഗതിയാണ്. അത് ഒരു രോഗിയായ മനുഷ്യന് നല്ല ശാന്തിയും സാന്ത്വനവും സമാധാനവും നൽകും. ഇനി മക്കളൊക്കെ നഷ്ടപ്പെട്ടു പോയി, പ്രതീക്ഷകൾക്കൊക്കെ പോയി, തൻ്റെ ശരീരമൊക്കെ ക്ഷയിക്കുന്ന ഒരവസ്ഥ അങ്ങനെ വന്നേ, ഒരു പിതാവിനെ പറ്റി നിങ്ങളിങ്ങനെ ആലോചിച്ച് നോക്കൂ. 10-12 മക്കളുണ്ടായിരുന്നു, അവരൊന്നും ഒരു പ്രയോജനമില്ല. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിലെ കണ്ണുപോലും കാണാൻ പറ്റാത്ത ഒരു രീതിയിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ജീവിതം. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്. പരിശുദ്ധ ഖുർആൻ ആ ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും യൂസുഫ് നബിയെയും ബുന്യാമീനെയും മക്കളെയൊക്കെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോയ ആ അവസ്ഥ, പിന്നീട് ആ പ്രതാപമായൊരു യുഗത്തിലേക്ക് കടന്നു വരുന്നത്, പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാന കാലഘട്ടം മിസ്റിൽ നിന്ന് തൻ്റെ സഹോദരൻ്റെ ഖബറിൻ്റെ അടുത്ത് തന്നെ ദമസ്കസിൽ ഒരു സ്ഥലം വേണമെന്ന് പറഞ്ഞ് യാക്കൂബ് നബി തിരിച്ചു പോകുന്ന സന്ദർഭം, ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ നഷ്ടപ്പെട്ടു പോയ മക്കളില്ലാത്ത അവസ്ഥ. അപ്പോൾ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനോട് ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ആ രോഗത്തിൻ്റെ അവസാന കാലത്ത് വെള്ളം ഇങ്ങനെ കുളിച്ച് സ്വർണത്തിൻ്റെ വെട്ടുകിളികളൊക്കെ ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ജിബിരിയിൽ ചോദിക്കുകയാണ്, അല്ല എന്താണ് അയ്യൂബ് നീ കാണിക്കുന്നത്? റബ്ബ് ഇപ്പോൾ അനുഗ്രഹം തരുന്നു, അന്ത അർഹമുർ റഹീമാണ്, അതുകൊണ്ട് ഞാനിത് സ്വീകരിക്കുന്നു എന്ന്. യാക്കൂബ് നബി അലൈഹി സ്വലാമും അള്ളാഹുവിനോട് പറയാണ്, വലാ തൈഅസൂ മിർ റൗഹില്ലാ, അള്ളാഹുവിൻ്റെ ഈ കാരുണ്യത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശപ്പെട്ടു പോകില്ല. ഇത് പരിശുദ്ധ ഖുർആൻ്റെ അത്ഭുതമായ ഒരു സമയം. ലോകത്ത് ശാന്തി നൽകുവാൻ, സമാധാനം നൽകുവാൻ ഇത്രത്തോളം പ്രധാനമായ ഒരു ഗ്രന്ഥം ഇല്ല. മാത്രമല്ല ദിശാബോധം നൽകാനും പറ്റിയ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഏതൊരു ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാലും 2 അഭിപ്രായങ്ങൾ നിങ്ങൾക്കതിൽ കാണാം. എന്നാൽ സന്മാർഗപാതയോടും ഭക്തി ചിന്തയോടും കൂടി പരിശുദ്ധ ഖുർആൻ ഒരു വ്യക്തി പാരായണം ചെയ്യുമ്പോൾ അവനെ ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, നേരെ ചൊവ്വയായ ഒരു മാർഗത്തിലേക്ക് ആ മനുഷ്യനെ പരിശുദ്ധ ഖുർആൻ വഴി നടത്തും. അത് മറ്റൊരു ഗ്രന്ഥത്തിനും കാണാൻ കഴിയാത്ത ഒരു പ്രധാനമായ സംഗതിയാണത്. വലാ തൻഖളി അജായിബുഹു, അതിൻ്റെ അത്ഭുതങ്ങൾ മുറിഞ്ഞു പോവുകയില്ല. ആവർത്തിച്ചിട്ട് അത് വായിക്കുമ്പോഴോ ഒരിക്കലും മടുപ്പ് സംഭവിക്കുകയുമില്ല. അത് പരിശുദ്ധ ഖുർആൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്ത് പുസ്തകം വായിക്കുകയാണെങ്കിലും മനുഷ്യന് മടുപ്പ് തോന്നും. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഒരു വ്യക്തി വായിക്കുകയും പാരായണം ചെയ്യുകയുമാണെങ്കിലോ ഓനൊരിക്കലും മടുപ്പ് സംഭവിക്കുകയില്ല. മാത്രമല്ല ഇബ്നു ഖയ്യിം പറഞ്ഞതുപോലെ അവൻ്റെ ബുദ്ധിയിലേക്ക് ഇത് അടുപ്പിച്ച് കൊണ്ടുവരും. അഖ്ബാർ മക്ക എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അസദിന് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം ഒരു സംഭവം പറയണം. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ജർമ്മനിയുടെയും ഇംഗ്ലണ്ടിൻ്റെയൊക്കെ തെരുവീതിയിലൂടെ ട്രെയിനിലൂടെ അങ്ങനെ യാത്ര പോകുമ്പോൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട മനുഷ്യരുടെ മുഖം, അതുപോലെ തന്നെ ജഡങ്ങൾ, കഷ്ടപ്പെടുന്ന ദാരിദ്രന്മാരായ ആളുകൾ,
ഈ അവസ്ഥകളൊക്കെ ഞാനിങ്ങനെ കണ്ടപ്പോഴോ എൻ്റെ മനസ്സിങ്ങനെ തിളച്ചുപോയി.